കഴിഞ്ഞ എപ്പിസോഡിൽ ജനമേജയൻ വേദവ്യാസൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കുക, വളരെ വിനയാന്വിതനായിട്ട് നിന്ന് തൻ്റെ പൂർവികന്മാരുടെ കഥ മഹാഭാരതം അതൊന്ന് പറഞ്ഞു തരാൻ അങ്ങേക്ക് കനിവുണ്ടാകണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നു. ഇവിടെയാണ് നമ്മൾ നിന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇങ്ങനെ നിന്നു. അങ്ങനെ നിന്നപ്പോൾ വ്യാസൻ തൻ്റെ ശിഷ്യൻ ആയ വൈശമ്പായനനെ വിളിച്ചു. വൈശമ്പായനൻ ഇവിടെ വരൂ. ഇപ്പോൾ ജനമേജയൻ പറഞ്ഞത് അങ്ങ് കേട്ടില്ലേ? കേട്ടു. വൈശമ്പായനൻ വ്യാസൻ്റെ ശിഷ്യനാ. കേട്ടു ഗുരുനാഥ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഞാൻ മഹാഭാരത കഥയൊക്കെ അങ്ങേ പഠിപ്പിച്ചിട്ടില്ലേ? ആ കഥ ഞാൻ പഠിപ്പിച്ച പ്രകാരം ഈ ജനമേജയനൊന്ന് പറഞ്ഞു കൊടുക്കൂ എന്ന് വ്യാസൻ ആരോട് പറഞ്ഞു? തൻ്റെ ശിഷ്യനായ വൈശമ്പായനനോട് പറഞ്ഞു. അങ്ങനെ വ്യാസൻ്റെ ആജ്ഞയനുസരിച്ച് വ്യാസൻ്റെ തന്നെ ശിഷ്യനായ വൈശമ്പായനൻ വ്യാസനോട് ജനമേജയ മഹാരാജാവ് സർപ്പസത്രത്തിൽ വെച്ച് ആവശ്യപ്പെട്ട പ്രകാരം കഥ പറയുന്നതാണ് മഹാഭാരതം. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഇല്ല. അതെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓതി മനുഷ്യലോകത്തിൽ വേദവേദാംഗ പാരകൻ വ്യാസശിഷ്യൻ ധർമ്മശീലൻ വൈശമ്പായനമാമുനി എന്നാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ. ഓതി മനുഷ്യലോകത്തിൽ വേദവേദാംഗ പാരകൻ വ്യാസശിഷ്യൻ ധർമ്മശീലൻ വൈശമ്പായനമാമുനി. നമ്മൾ തുടക്കത്തിലെ കണ്ടിട്ടുണ്ട്. മഹാഭാരതത്തിൻ്റെ വലിപ്പം നോക്കുമ്പോൾ 30 ലക്ഷം ദേവന്മാർക്ക്, 15 ലക്ഷം പിതൃക്കൾക്ക്, 14 ലക്ഷം ഗന്ധർവന്മാർക്ക്, 1.5 ലക്ഷം മനുഷ്യർക്ക്. ഇതാര് പറഞ്ഞു? ദേവകളോട് ദേവഭാരതം നാരദ മഹർഷി പറഞ്ഞു, പിതൃക്കളോട് പിതൃഭാരതം ദേവലൻ പറഞ്ഞു, ഗന്ധർവന്മാരോട് ഗന്ധർവഭാരതം ശ്രീശുകൻ പറഞ്ഞു, മനുഷ്യരോട് മനുഷ്യഭാരതം നരഭാരതം നരന്മാർക്ക് വേണ്ടി രചിക്കപ്പെട്ട ഭാരതം 1.25 ലക്ഷം ശ്ലോകങ്ങൾ വൈശമ്പായനൻ പറഞ്ഞു. അതാണ് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറഞ്ഞത്. ഓതി മനുഷ്യലോകത്തിൽ ആരായി? വൈശമ്പായനൻ. വേദാംഗ പാരകൻ, വേദം വേദാംഗങ്ങൾ ഇവയുടെ മറുകര കണ്ടവൻ ഒരുത്തൻ വേദാംഗ പാരകൻ എന്ന് പറഞ്ഞു. പാരകൻ അല്ല കേട്ടോ, പാരകൻ വേറൊരു സ്ഥലം, അതല്ല. വേദാംഗ പാരകൻ, പാരച്ച തീ അപ്പുറം കിടന്നവൻ. അതിനുള്ള ആരെ? വ്യാസശിഷ്യൻ. അതെ, ധർമ്മശീലൻ, വളരെ ധാർമ്മികമായ ജീവിതം നയിക്കുന്ന ആളാണ് വൈശമ്പായനമാമുനി. അദ്ദേഹം മഹാഭാരതം കഥ പറഞ്ഞു. എവിടെ പറഞ്ഞു? അപ്പോൾ നമ്മൾ കേട്ടു. എവിടെയാ പറഞ്ഞേ? വൈശമ്പായനൻ വ്യാസശിഷ്യൻ എവിടെ പറഞ്ഞു മഹാഭാരതം കഥ? സർപ്പസത്രത്തിൽ വെച്ച് പറഞ്ഞു. അതാരോട് പറഞ്ഞു? സർപ്പസത്രം നടത്തുന്ന ജനമേജയ രാജാവിനോട് പറഞ്ഞു. അതെന്തുകൊണ്ട് പറഞ്ഞു? ജനമേജയ രാജാവ് മഹാഭാരത കഥ പറയാൻ ആവശ്യപ്പെട്ടു. ആരോട് ആവശ്യപ്പെട്ടു? മഹാഭാരതം എഴുതിയ വ്യാസനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ വ്യാസൻ എന്ത് ചെയ്തു? താൻ പഠിപ്പിച്ച മഹാഭാരതം തൻ്റെ ശിഷ്യനായ വൈശമ്പായനനോട് പറയാൻ ആവശ്യപ്പെട്ടു. ഇങ്ങനെയാണ് സംഗതി. അപ്പോൾ ജനമേജയൻ്റെ സത്രത്തിൽ ശിഷ്യന്മാരോടുകൂടി കയറി ചെന്ന വേദവ്യാസ മഹർഷിയോട് ജനമേജയൻ മഹാഭാരതം കഥ പറഞ്ഞു തരൂ എന്നാവശ്യപ്പെട്ടപ്പോൾ താൻ രചിച്ച മഹാഭാരതം തൻ്റെ ശിഷ്യനായ വൈശമ്പായനനെ വ്യാസൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശിഷ്യനായ വൈശമ്പായനോട് അത് പറയാൻ പറഞ്ഞു. സർപ്പസത്രത്തിൽ വെച്ച് വൈശമ്പായനൻ മഹാഭാരത കഥ പറയാൻ തുടങ്ങി. ആ കഥ പറയുന്നത് നമ്മുടെ സൂതൻ ഉഗ്രശ്രവസ് കേട്ടു. അദ്ദേഹം അവിടുന്ന് പഠിച്ചിട്ട് അദ്ദേഹം പല സ്ഥലത്തും ചുറ്റിക്കറങ്ങി. എവിടെ വന്നു? നൈമിഷാരണ്യത്തിൽ ശൗനകാദി മുനിമാർ നടത്തുന്ന 12 കൊല്ലം നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിൽ വന്നു. അവിടെ വെച്ച് പറയണം. ഇപ്പം ഇപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഉഗ്രശ്രവസ് എന്ന സൂതൻ നൈമിഷാരണ്യത്തിൽ വെച്ച് ശൗനകാദി മുനിമാർ ആവശ്യപ്പെട്ട പ്രകാരം മഹാഭാരതം പറഞ്ഞു. അത് ഉഗ്രശ്രവസിനെ എവിടുന്ന് കിട്ടി ഈ കഥ? വൈശമ്പായനം പറയുന്ന കഥ കേട്ടു.
വൈശമ്പായനൻ അവിടെ പറഞ്ഞു ജനമേജയം നടത്തിയ സർപ്പസത്രത്തിൽ. അപ്പോൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ജനമേജയം നടത്തിയ സർപ്പസത്രത്തിൽ വ്യാസൻ്റെ ശിഷ്യനായ വൈശമ്പായനൻ പറഞ്ഞ മഹാഭാരതം അവിടെ ഉണ്ടായിരുന്ന ഈ ഉഗ്രശ്രവസ് എന്ന സൂതൻ കേട്ട് പഠിക്കുകയും ആ സൂതൻ ശൗനകാദി മഹർഷിമാരോട് നൈമിഷാരണ്യത്തിൽ വെച്ച് ഈ കഥ പറയുകയും ചെയ്തു. ഇതാണ് നമ്മൾ കേൾക്കുന്ന മഹാഭാരതം. ഇതാണ് അതിൻ്റെ ഒരു ഘടന. ഇനി എന്താ പറഞ്ഞേ എന്നുള്ളതല്ലേ, എന്താ പറഞ്ഞേ നമുക്ക് പതുക്കെ പതുക്കെ പരിശോധിക്കാം. വൈശമ്പായനൻ പറഞ്ഞ മഹാഭാരതം ഉഗ്രശ്രവസ് പല കഥകളും പറയുന്നുണ്ട്. പല കഥകളും പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ അവസാനം പല കഥകൾ അതിങ്ങനെ ഉപകഥകളും കഥകളായിട്ട് പടർന്നു കിടക്കുന്ന മഹാഭാരതം വൈശമ്പായനൻ പറഞ്ഞത് ഇവർക്ക് വേണ്ടി പറയുമ്പോൾ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് ആരുടെ പ്രശ്നം? ഇപ്പോൾ ഉഗ്രശ്രവസ് എന്ന സൂതൻ്റെ പ്രശ്നം. അപ്പം അദ്ദേഹം ശൗനകൻ എന്ന് പറയുന്ന മഹർഷി ഉണ്ട് അവിടെ. ശൗനകൻ എന്ന് പറയുന്ന മഹർഷി അവിടെയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കഥ പറയാൻ തുടങ്ങുമ്പോൾ ആണ് യഥാർത്ഥ ഭാരതത്തിലെ ശുനകപ്രവേശം. അതെ, യഥാർത്ഥ ഭാരതത്തിലെ നമ്മൾ പറഞ്ഞു പട്ടിയിൽ തുടങ്ങി പട്ടിയിൽ അവസാനിക്കുക. ശുനകാദി ശുനകാന്തം, സാരമേയാദി സാരമേയാന്തം. സാരമേയ എന്ന് പറഞ്ഞാൽ പട്ടി എന്നർത്ഥം. അതിൻ്റെ കാരണം നമുക്ക് കാണാം, വഴിയെ മനസ്സിലാക്കാം. സാരമേയാദി സാരമേയാന്തം ആണ് എന്ത്? മഹാഭാരതം. അങ്ങനെ ഉഗ്രശ്രവസ് പതുക്കെ പതുക്കെ ഈ മഹാഭാരതം കഥ പറയാൻ ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? സരമയുടെ പുത്രൻ്റെയും കഥയോട് കൂടിയിട്ടാണ് അത് ആരംഭിക്കുന്നത്. ഈ സരമ എന്ന് പറഞ്ഞാൽ ദേവശുനകി ആണ്. ദേവശുനകി അതായത് ദേവേന്ദ്രൻ്റെ വളർത്തുനായിയാണ് അത്ര. ഈ പെൺശുനകി പെണ്ണാണ് ഈ സരമ. ദേവേന്ദ്രൻ്റെ പെറ്റ് ഡോഗ്. ദേവേന്ദ്രൻ്റെ പെറ്റ് ഡോഗാണ് ആര്? ഈ സരമ. ഈ സരമയ്ക്കൊരു കുട്ടിയുണ്ട്, കുട്ടിപ്പട്ടി അല്ലെങ്കിൽ പട്ടിക്കുട്ടി. ബേബി സാരമേയം, സാരമേയ ബേബി ഉണ്ട്, സരമയുടെ കുട്ടി. അതെ, ആ കുട്ടി ഒരു ദിവസം ജനമേജയനും, ഈ സർപ്പസത്രത്തിനൊക്കെ വളരെ മുമ്പാണ് കേട്ടോ, ജനമേജയനും അദ്ദേഹത്തിൻ്റെ അനുജ സഹോദരന്മാർ കൂടി നടത്തുന്ന ഒരു യജ്ഞശാലയുണ്ട്. യജ്ഞം നടന്നുകൊണ്ടിരിക്കുക, വളരെ ദീർഘകാലം നീണ്ട് യജ്ഞം അങ്ങനെ നടക്കലാണ്. പ്രാചീന ഭാരതത്തിൽ മുഴുവൻ യജ്ഞ സംസ്കാരമായിരുന്നു. യജ്ഞം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മമാണ്. സ്വാർത്ഥത്തോടു കൂടി ചെയ്യുന്ന യത്നം ആണ്. യത്നമല്ല യജ്ഞം. യത്നം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബർഡൻ. അതൊരു വലിയ ഈ പണി തീരുന്നില്ല തേങ്ങ. യജ്ഞം എന്ന് പറയുന്നത് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന കർമ്മം. പിന്നെ അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ വേറെയുണ്ട്. അപ്പം അങ്ങനെ ജനമേജയനും അദ്ദേഹത്തിൻ്റെ അനുജന്മാരും കൂടി നടത്തുന്ന വളരെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞത്തിലേക്ക് ഈ യജ്ഞം നടക്കുന്ന സമയത്തിങ്കൽ എന്തുണ്ടായി? സരമയുടെ മകനായിരിക്കുന്ന ഒരു പട്ടി ആ യജ്ഞശാലയിലേക്ക് കയറി ചെന്നു. യജ്ഞശാലയിലേക്ക് കയറി ചെന്ന് പട്ടി അവിടേക്ക് അങ്ങനെ നോക്കി. യജ്ഞശാലയിലേക്ക് ആഹാ, യജ്ഞം നടന്നുകൊണ്ടിരിക്കണ പവിത്രമായ യജ്ഞശാലയിലേക്ക് ഒരു നായ വരെ എന്ന് ചോദിച്ചിട്ട് ഈ ജനമേജയൻ്റെ സഹോദരന്മാരെ ഈശാൻ മൂത്തോ എന്ന് പറഞ്ഞാൽ അവർ ഒരു വടി എടുത്തിട്ട് ഈ പട്ടിയെ തലങ്ങും വിലങ്ങും ഇട്ട് പൊശക്കി 51 അടി അടിച്ചു എന്നാണ് പറയുന്നത്. സരമയുടെ മകൻ യജ്ഞശാലയിലേക്ക് കയറി ചെന്നു. അവിടെ ഹവിസുണ്ട്, അതായത് ഹോമിക്കാനുള്ള ദ്രവ്യം. അത് അദ്ദേഹം നോക്കിയില്ല, പട്ടി നോക്കിയില്ല, അത് നക്കിയില്ല, അതൊന്നും ചെയ്തില്ല. അത് വെറുതെ യജ്ഞശാലയിലേക്ക് കയറി ചെന്നു. ആഹാ, ഒരു പട്ടി യജ്ഞശാലയിലേക്ക് വരെ എന്ന് ചോദിച്ചു. ഒരു വടി എടുത്തിട്ട് ഈ പട്ടിയെ തലങ്ങും വെല്ലങ്ങും കിട്ടി തല്ലിയപ്പോ പട്ടി ബൗ 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 എന്നിങ്ങനെ കുറച്ച് സരമയുടെ അടുത്തേക്ക് ഓടി. പിന്നെ ഉണ്ടായത് വഴിയെ കാണാം.